അപ്പോട്ടാ ലേറ്റായത്? അപ്പോട്ടാ റോയ് ഇവിടെ വന്നിരുന്നു? ഇല്ലല്ലോ. പിന്നെ ഇവിടെ പോയിരിക്കവൻ? നോക്കാം. ഇതൊക്കെ വലിയ തമാശയാണെന്നായിരുന്നു ഞാൻ വിചാരം. അല്ല, റോയ്ക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്? മഴയും തുടങ്ങി. ഇനി എന്നെ കൊണ്ടുപോയാ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. എന്നാലും അരുൺ, നമുക്ക് കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അവനായിരിക്കും. നീ പോയി വാലോർക്ക്. കാലിൽ അപ്പടി അഴുക്കാ, ഞാൻ കഴിയിട്ട് വരാം. എടാ, ഡോറ് തുറന്നാ കിടന്നിരുന്ന്. അവൻ വന്നിട്ടുണ്ടാവും, നീ ചെന്ന് നോക്ക്. ഇന്നലെ മുഴുവൻ നമ്മുടെ ഉറക്കം കളഞ്ഞത്. അവനെ കൊണ്ട് പെട്ടെന്ന് വിളിച്ചിറങ്ങി.
സാർ ബോഡി റിമൂവ് ചെയ്തിട്ടില്ല, മുകളിലുണ്ട്. കൊല്ലപ്പെട്ട ഈ കുട്ടി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് സാധിച്ചിട്ടില്ല സാർ. മിസ്സിംഗ് ആയ ചെറുപ്പക്കാരൻ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. താമസം വിശ്വാസാറിന്റെ മോനോടൊപ്പം ഇവിടെയായിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു. തെളിവുകൾ എന്തെങ്കിലും കിട്ടിയോ? മഴ പെയ്തുകൊണ്ട് ഡോഗ്സ് ഒന്നും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓഹോ. അയൽപക്കത്തുള്ളതെല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. കുട്ടികളുടെ മുടി എടുത്തിട്ടുണ്ട്. അവരവിടെ? ശേഖര, നിങ്ങളെല്ലാരെയും സാറ് വിളിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ചീഫ് മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിരുന്നു. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നവരെ ഇവർ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. യെസ് സർ. സർ, ഇതൊരു ഗൂഢാലോചനയാണ്, എ കോൺസ്പിറസി. എന്റെ മകൻ നിരപരാധിയാണ്. അവൻ ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ് മിസ്റ്റർ വിശ്വാസൻ. എല്ലാം ഞങ്ങൾക്ക് വിട്ടുതരൂ. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ നിങ്ങളുടെ മകനെ ഞങ്ങളെ സഹായിക്കാൻ കഴിയും. സോ ലെറ്റ് ഹിം ബി വിത്ത് us. നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട. അവനൊന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. റെഡി സർ? നൗ ടേക്ക് ദം. യെസ് സർ. റൈറ്റ്. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും വന്നിരിക്കുന്നേ. നീയൊക്കെ ഇപ്പം ചെയ്യുന്നതിലും കൂടുതൽ പോക്കൃത്തങ്ങൾ ചെയ്തിട്ടുള്ളവനാ ഞാൻ. പക്ഷേ അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടിയിട്ടില്ലെന്ന് മാത്രം. ഈ പെണ്ണെന്ന് പറയുന്നത് ഒരു വല്ലാത്ത വർഗമാണ്. അവരെ കൈകാര്യം ചെയ്യാൻ ഒരു നാക്ക് വേണം. വളക്കിയേ ചെയ്യാവൂ, ഒടിക്കരുത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാനുള്ളതൊക്കെ നടന്നു. ഈ വേഷം വിട്ട് പോയില്ലേ, അതുകൊണ്ട് ചില്ലറ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. ഏറ്റവും നല്ലൊരു പോംവഴി പറയട്ടെ, കുറ്റം അങ്ങ് സമ്മതിച്ചേക്ക്. തലയെഴുത്തുണ്ടാലേ ശിക്ഷ കുറവായിരിക്കും. സത്യമായിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സാർ. ദേഷ്യം പിടിപ്പിക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ചീത്തപ്പേരാ. എക്സെൻട്രിക്കാനും ചൂടനാണെന്നും ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉള്ളവനാണെന്നും. അല്ല, അല്പം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. ഈ നയത്തിലൊക്കെ ചോദ്യം ചെയ്യുന്ന ശീലമൊന്നും എനിക്കില്ല. പറയടാ, എന്തിനാ പാവം പെണ്ണെ കൊന്നത്? സത്യമായിട്ട് ഞങ്ങളല്ല സാർ. അല്ലേ? ഹലോ, സി ഐ ആണ്. ശരിയാക്കാം. നോക്കട്ടെ. ശരി. എം പിയാ. മോനെ ഉപദ്രവിക്കരുതെന്ന്. അവൻ നിരപരാധിയാണ് പോലും. അത് തന്തയല്ലോ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇവന്മാരെ കഷ്ടകാലം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കോട്ടെ. സർ, ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിക്കുമ്പോൾ പെൺകുട്ടി 2 മാസം ഗർഭിണിയായിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ റേപ്പ് ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടിയെ പറ്റിയുള്ള മറ്റു ഡീറ്റെയിൽസ്? ജോളി എന്നാണ് പേര്. ഹോട്ടൽ പ്ലാസയിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. നിർമ്മല ലേഡീസ് ഹോസ്റ്റലിലായിരുന്നു താമസം. വീട് ചവറയിൽ ഒരു കോൺവെന്റ് ഓർഫനേജ് അഡ്രസ്സാണ് ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ചവറ സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് മിസ്സിംഗ് ആയ ബോയെ കുറിച്ചുള്ള കംപ്ലീറ്റ് റിപ്പോർട്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഈ കേസ് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. വളരെ ബൈസ്ഡായ രീതിയിലാണ് പോലീസ് അന്വേഷണം തിരിച്ചുവിടുന്നത്. അരുണും കൂട്ടരുമാണ് കൊലപാതകം ചെയ്തതെന്ന മുൻവിധിയോടെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. മിസ്റ്റർ ഋഷിക്കെന്ന് തോന്നുന്നു, സാഹചര്യ തെളിവുകളെല്ലാം നമുക്കെതിരാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും. പോസ്റ്റ്മോർട്ടത്തിന്റെ ഡീറ്റെയിൽ നോട്ട്സ് കിട്ടിയാലേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അത് കിട്ടാൻ അല്പം വേഗം. അതിനു മുമ്പ് അവരെ ജാമ്യത്തിൽ ഇറക്കണം. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. മിസ്റ്റർ ഋഷി, ഈ കൊലപാതകത്തിൽ നിന്നും 100 മേനി വിളയിക്കാനാണ് പത്രക്കാരുടെ ശ്രമം. രാഷ്ട്രീയത്തിൽ ഈ സംഭവത്തിനെ എനിക്കെതിരെ ബ്ലോ അപ്പ് ചെയ്യാനായി ഒരു സംഘം ആൾക്കാർ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നുണ്ട്.
ആ ജോർജ് ജോസഫിന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചു നടക്കുകയാണ്. ഈ കേസ് എന്റെ വാട്ടർലൂ ആവുമെന്നാണ് അവന്റെ പ്രവചനം. ഇതൊരു ട്രാപ്പാണ്. ഋഷി വിചാരിക്കുന്നോ എന്റെ മകൻ കുറ്റക്കാരനാണെന്ന്? സാറ് സമാധാനമായിരിക്കണം. ഈ മേർഡറിന് പിന്നിലുള്ള ഫൗൾ പ്ലേ നമുക്ക് പുറത്തു കൊണ്ടുവരാം. പ്രൈവറ്റ് ആയിട്ട് പ്രസ്റ്റീജ് കേസായി ഞാനിത് ഡീൽ ചെയ്യും. നീയൊന്നും അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡി ടെറസിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിച്ചോണം അല്ലേ? പറയുന്നതിന് ന്യായം വേണ്ടേ കുഞ്ഞെ? സർ സത്യമായിട്ടും താൻ കണ്ടോണ്ടിരിക്കല്ലേ? ഇതിൽ കൂടുതൽ മയമായിട്ട് പ്രതികളെ എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? എനിക്കറിയാം എങ്ങനെ തെളിയിക്കണമെന്ന്.